ഹായ്, ഇന്ന് നമുക്ക് മലബാർ ചിക്കൻ കറി ഉണ്ടാക്കാം. മലബാർ ചിക്കൻ കറി ഉണ്ടാക്കാൻ നാടൻ കോഴിയാണ്. നാടൻ കോഴി 700 ഗ്രാം ചെറുതായി മുറിച്ചത്, 2 സവോള, 2 പച്ചമുളക്, 3 ഉരുളക്കിഴങ്ങ്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, കറാമ്പട്ട ഒരു ചെറിയ കഷ്ണം, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു തേങ്ങ ചിരവിയത്, ഒരു തക്കാളി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൽച്ചട്ടിയാണ്. കൽച്ചട്ടിയിൽ 700 ഗ്രാം ചിക്കൻ, മുളക്, മഞ്ഞൾ, ഉപ്പ്, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വെച്ചതാണ്. ഇനി അത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില ഇവ ഇടാം. അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചതാണ്. അതിട്ട് അല്പം വെള്ളം ഒഴിക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. വെള്ളം ചിക്കൻ്റെ പാകത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം മുളകോ മഞ്ഞളോ മല്ലിയോ കുറവുണ്ടെങ്കിൽ നമുക്കതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വേവിക്കാം. ഇനി നമുക്കിത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വെന്ത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിനായി തേങ്ങയിലേക്ക് ഒരു മുറി തേങ്ങയാണ്. തേങ്ങയിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടാം, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് കറാമ്പട്ട. തേങ്ങ വറുക്കുന്നതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. തേങ്ങ വറുക്കുന്നത് നമ്മൾ സിമ്മിലിട്ട് വറുക്കുന്നതാണ് നല്ലത്. മറ്റ് എന്താ പറയുക, നല്ല ബ്രൗണായി എല്ലാ തേങ്ങയും ഒരുപോലെ ബ്രൗൺ കളറായി കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നിവ ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയ ശേഷം അടച്ച് വേവിക്കാം. തേങ്ങ ഏകദേശം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചിക്കൻ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. കറിക്ക് നല്ല കട്ടി കൂടണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് 2 or 3 എടുത്ത് ഉടച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. കറി നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇടാം. കടുകും ഉള്ളിയെല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് കോരിയിടാം. മലബാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ കോഴി വറുത്തരച്ച കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.